MCUവിലെ അടുത്ത സ്പൈഡർമാൻ മൂവി ആയിട്ടുള്ള സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുമായി ബന്ധപ്പെട്ട് ഒരുപാട് റൂമേഴ്സും അതേപോലെ സെറ്റ് ലീക്കുകളും തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും എല്ലാമായി പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഈ മൂവിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റൂമേഴ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. തുടക്കം തന്നെ ഒരു കാര്യം പറയാം, റൂമേഴ്സ് ആണ്. അതൊക്കെ തന്നെ മൂവിയിൽ സംഭവിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും ഒരേപോലെ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൂടി വീഡിയോ കാണുക. അതുപോലെ ചില റൂമേഴ്സ് ഒക്കെ ശരിയാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ ഒട്ടും സ്പോയിൽ ആവാതെ വളരെയധികം ഫ്രഷ് ആയി കാണാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്യാം. അപ്പൊ നോക്കുകയാണെങ്കിൽ ഷൂട്ടിംഗ് ഒക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ ഈ മൂവിയിലെ ഷൂട്ട് അവർ ഒഫീഷ്യലായി തന്നെ റിവീൽ ചെയ്തതാണ്. അത് എന്തായാലും നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം ഒന്നും പറയുന്നില്ല. എങ്കിലും ഒരു കിഡിലും ക്ലാസിക് സൂട്ടായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതുപോലെ പണിഷർ, ഹൾക്ക്, ഒപ്പം തന്നെ MJ സെന്റാനയും നെഡ് ജാക്കബും ഈ മൂവിയിൽ ഉണ്ട് എന്നത് കൺഫേം ആയ കാര്യം തന്നെയാണ്. എങ്കിൽ തന്നെയും ഈ മൂവിയിൽ നെഡിനും MJയ്ക്കും സ്ക്രീൻ ടൈം വളരെ കുറവായിരിക്കും എന്നാണ് ഇനീഷ്യലി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോവേ ഹോമിന്റെ അവസാന ഭാഗത്ത് നടന്നിട്ടുള്ള ഇൻസിഡന്റുകൾ കാരണം പീറ്റർ പാർക്കറിനെ ആർക്കും തന്നെ ഓർമ്മയില്ല എന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ മൂവിയിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കില്ല. എങ്കിൽ തന്നെയും MJയും പീറ്ററും മേയുടെ ശവക്കലർക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു സെറ്റ് പീക്കും വന്നിട്ടുണ്ടായിരുന്നു. ഇവർ ഈ മൂവി കൂടുതലും ഒരു സ്ട്രീറ്റ് ലെവൽ ആക്ഷൻ ത്രില്ലർ മൂവി ആയിട്ടാണ് ഒരുക്കാൻ നോക്കുന്നത്. പിന്നെ ഈ മൂവി ഡയറക്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഷാങ്ചിയുടെ ഒക്കെ ഡയറക്ടറായ ഡസ്റ്റിൻ ഡാനിയലാണ്. ഇനി നമുക്ക് ഈ മൂവിയിലെ റൂമേഴ്സ് ആയ ക്യാരക്ടേഴ്സിലേക്ക് നോക്കാം. ആദ്യം തന്നെ പണിഷറിനെ കുറിച്ച് തന്നെ പറയാം. ഈ മൂവിയിൽ കൺഫേംഡ് ആയ ഒരു ക്യാരക്ടർ തന്നെയാണ് പണിഷർ. ഓൾറെഡി പണിഷറിന്റെ കുറച്ച് സെറ്റ് ലീക്കുകൾ വന്നതാണ്. പുറത്തു വരുന്ന റൂമേഴ്സ് അനുസരിച്ച് തുടക്കത്തിൽ സ്പൈഡർമാന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും പണിഷർ ഉണ്ടാവുക. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് അവർ ടീം അപ്പ് ആവുകയും ചെയ്യും. പിന്നെ എന്തൊക്കെയായാലും പണിഷർ സീരീസിലും മറ്റും കണ്ടിട്ടുള്ള അത്രത്തോളം വയലന്റും R-rated ആയ ഒരു പണിഷറിനെ ഈ മൂവിയിൽ പ്രതീക്ഷിക്കേണ്ട. കാരണം ഒരു സ്പൈഡർമാൻ മൂവിയെ ഒരിക്കലും ഒരു R-rated ആക്കാൻ അവർ നോക്കില്ല. എന്നാലും നല്ല രീതിയിലുള്ള ഫൈറ്റിംഗ് സീൻസ് ഒക്കെ പണിഷറിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. അതേപോലെ പണിഷറിന് ഒരു വാർമിഷൻ സൂട്ടൊക്കെ ആയിരിക്കും ഈ മൂവിയിൽ എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ഹൾക്ക്. മാർക്ക് റുഫലോയുടെ ഹൾക്കും ഈ മൂവിയിൽ ഉണ്ടാകും എന്നുള്ളത് ഏകദേശം കൺഫേം ആയ ഒരു കാര്യം തന്നെയാണ്. അത് നമുക്കൊന്നും താല്പര്യമില്ലാത്ത സ്മാർട്ട് ഹൾക്കായിട്ടായിരിക്കില്ല, മറിച്ച് നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ആയ സാവജ് ഹൾക്കായിട്ടാണ് ഈ മൂവിയിൽ എന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. പിന്നെ അതിനെക്കുറിച്ചുള്ള പല തിയറികളും നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. അതേപോലെ ഇതുവരെ കൺഫേം ചെയ്തൊരു കാര്യം തന്നെയാണ് ഈ മൂവിയിൽ വില്ലൻ ആരാണെന്നുള്ളത്. എന്നാൽ സോണിയും മാർവലും ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം എന്തെന്നാൽ ഈ സിനിമ പുറത്തിറങ്ങുന്നത് വരെ ഈ സിനിമയിൽ വില്ലൻ ആരാണെന്ന് അവർ റിവീൽ ചെയ്യില്ല. അതായത് സിനിമ കണ്ടാൽ മാത്രമേ വില്ലൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഒരു സർപ്രൈസ് അതിലൂടെ തരാനാണ് മാർവൽ ഇതിലൂടെ നോക്കുന്നത്. എന്തൊക്കെയായാലും ഒരു നല്ലൊരു തീരുമാനമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. എന്നിരുന്നാൽ തന്നെയും ഈ മൂവിയിലെ വില്ലനെ കുറിച്ച് ഒരുപാട് റൂമേഴ്സുകൾ വരുന്നുണ്ട്. തുടക്കത്തിൽ ഈ മൂവിയുടെ വില്ലനായി വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നത് മിസ്റ്റർ നെഗറ്റീവിനായിരുന്നു. എന്നാൽ പിന്നീട് മിസ്റ്റർ നെഗറ്റീവ് ആയിരിക്കില്ല ഈ മൂവിയുടെ വില്ലൻ എന്ന് പറഞ്ഞും ഒരുപാട് വാർത്തകൾ വന്നിരുന്നു. പിന്നീട് ഏറ്റവും പുതിയതായി വന്നതാണ് ഈ മൂവിയിൽ ഒരു വില്ലനായിരിക്കില്ല, മറിച്ച് മൾട്ടിപ്പിൾ വില്ലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നത്. 3-4 വില്ലന്മാരോ അല്ലെങ്കിൽ ഒരു സിനിസ്റ്റർ 6 മൂവിയായിട്ട് തന്നെയാണ് ഈ മൂവി ചെയ്യാൻ അവർ പ്ലാൻ ചെയ്യുന്നതെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ നമ്മൾ നോവേ ഹോമിൽ കണ്ട ആ വില്ലന്മാരൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല, മറിച്ച് അത്രത്തോളം വെൽ നോൺ അല്ലാത്ത ചെറിയ വില്ലന്മാരുടെ ഒരു ടീം ആയിരിക്കുമെന്നും പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കണ്ട മാക് ടാർഗന്റെ സ്കോർപിയൻ ഈ മൂവിയിലൂടെ റിട്ടേൺ ചെയ്യുമെന്ന് വളരെ ശക്തമായ റൂമേഴ്സ് വരുന്നുണ്ട്. ഈ റൂമേഴ്സിന്റെ എല്ലാം തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ സ്കോർപിയന്റെ ആക്ടർ തന്നെ ഇട്ട ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആണ്. അതേപോലെ വെനം ഈ മൂവിയിൽ ഉണ്ടെന്നും ഇല്ല എന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ അത് ടോം ഹാർഡിയുടെ വെനം ആയിരിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈഡ്ലി സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു റൂമറാണ് സ്കോർപിയൻ ആയിരിക്കും വെനത്തിന്റെ പുതിയ ഹോസ്റ്റായി ഈ മൂവിയിൽ വരിക എന്നുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും വെനം ഈ മൂവിയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒന്നാമത് സോണിയുടെ വെനം ട്രയോളജി കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ കൂടെ വീണ്ടും വെനത്തെ കൊണ്ടുവരാനുള്ള സാധ്യത കുറവായിട്ടാണ് തോന്നുന്നത്. അതേപോലെ ഈ മൂവിയിൽ ഒരു മിസ്റ്ററി കാസ്റ്റിംഗ് തന്നെയാണ് സ്ട്രേഞ്ചർ തിങ്സിലൂടെ നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ആയ സാഡി സിംഗിന്റെ കാസ്റ്റിംഗ്. ഇതുവരെ ഏത് ക്യാരക്ടറാണ് പുള്ളിക്കാർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സാഡി സിംഗിന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഗ്വെൻ സ്റ്റേസിയുടെ ക്യാരക്ടറാണ്. എന്നാൽ തന്നെയും അതല്ലാതെ തന്നെ ഒരുപാട് റൂമേഴ്സ് വേറെയും ഉണ്ട്. അതിൽ തന്നെയാണ് സാഡിസിക് MJ ആയിട്ടായിരിക്കും ഈ മൂവിയിൽ എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതായത് നമ്മുടെ സെന്റാനയുടെ MJ അല്ല, മറിച്ച് MJ, അതായത് നമ്മുടെ മേരി ജെയിൻ ആയിട്ടായിരിക്കും പുള്ളിക്കാരി എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാസ്റ്റിംഗ് തന്നെയാണ്. അതേപോലെ മറ്റൊരു വൈഡസ്റ്റ് തിയറിയാണ് സാഡിസിക് മേഡി ആയിട്ടാണ് ഈ സിനിമയിൽ എന്നത്. അതായത് മേഡി ആരാന്ന് വെച്ചാൽ നമ്മുടെ പീറ്റർ പാർക്കറിന്റെയും മേരി ജെയിൻ വാട്സന്റെയും മകളാണ് മെയ്ഡേ, അതായത് സ്പൈഡർമാന്റെ മകള്. അതും നമ്മുടെ ടോബി മെഗ്വയറിന്റെ സ്പൈഡർമാന്റെ മകളായിട്ടായിരിക്കും സാഡിസിക് ഈ മൂവിയിൽ എന്നാണ് റൂമേഴ്സ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മൂവിയും കുറച്ചൊരു മൾട്ടിവേഴ്സൽ ലെവലിലേക്കും കൂടി പോകും. എന്നാൽ ഒരു മൾട്ടിവേഴ്സൽ മൂവി ആയിട്ടായിരിക്കില്ല, മറിച്ച് ഒരു ഗ്രൗണ്ടഡ് മൂവി ആയിട്ടാണ് ഈ ചിത്രം എന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ഈ റൂമർ ശരിയാവാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും കേട്ടപ്പോൾ പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഇത് മാത്രമല്ല ജീൻ ഗ്രേ ആയിട്ടാണെന്ന് കൂടി റൂമേഴ്സ് വരുന്നുണ്ട്.
അതേപോലെ റൂമറായി നിൽക്കുന്ന മറ്റൊരു ക്യാരക്ടറാണ് ഡെയർ ഡെവിൽ. ഈ ചിത്രം സ്ട്രീറ്റ് ലെവലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നതും ഒപ്പം തന്നെ പണിഷറുടെ ഇൻവോൾവ്മെന്റും എല്ലാം തന്നെയാണ് ഈ ചിത്രത്തിൽ ഡെയർ ഡെവിൽ അപ്പിയർ ആവും എന്ന രീതിയിൽ തിയറീസ് വന്നത്. പിന്നെ കോമിക്സിലായാലും എല്ലാം തന്നെ ഡെയർ ഡെവിലും സ്പൈഡർമാനുമായി ഒരുപാട് ഇന്ററാക്ഷൻസ് എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ടെല്ലാം തന്നെ ഈ ചിത്രത്തിൽ ഡെയർ ഡെവിൽ ഉണ്ടാവാനും സാധ്യതകളുണ്ട്. അതേപോലെ ഈ മൂവിക്കും ഒരു മൾട്ടിവേഴ്സൽ കണക്ഷൻ ഉണ്ടായിരിക്കും എന്ന രീതിയിലും തിയറീസ് വരുന്നുണ്ട്. അതായത് ഈ മൂവിയുടെ വില്ലൻ തന്നെ ഒരു മൾട്ടിവേഴ്സൽ ത്രെട്ട് ആയിരിക്കുമെന്ന രീതിയിലൊക്കെയാണ് തിയറീസ് വരുന്നത്. ഡൂംസ്ഡേയുടെയും സീക്രട്ട് വാർസിന്റെയും ഒപ്പം പുറത്തിറങ്ങുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ഒരു മൾട്ടിവേഴ്സൽ കണക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ്. എന്നാലും വില്ലൻ മൾട്ടിവേഴ്സിൽ നിന്നാവുമെന്നൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബ്രാൻഡ് ന്യൂ ഡേയുമായി ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേറ്റുകളായിരുന്നു നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത്. ഇനി പുതിയതായി വരുന്ന അപ്ഡേറ്റുകൾ നമുക്ക് അപ്പോൾ നോക്കാം. ഇനി ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം.